നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഓരോ ദിവസം തോറും പുതിയ തലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ശബരിമലയോട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിലെയും കുടങ്ങളും അതേപോലെ പഞ്ചലോക വിഗ്രഹങ്ങളടക്കമുള്ള വിലപിടിപ്പുള്ള കോടാനുകോടി രൂപ വിലപിടിപ്പുള്ള സാധന സാമഗ്രികൾ അടിച്ചു കൊണ്ടുപോയതിൻ്റെ കഥകൾ കൂടി പുറത്തു വരികയാണ്. അതിന് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള മാഫിയ സംഘങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. എന്തിന് പിണറായി വിജയനും അതേപോലെ ഇൻ്റർനാഷണൽ ക്രിമിനലായ ദാവൂദ് ഇബ്രാഹിമുമായിട്ട് വിദേശത്ത് വെച്ച് ഈ കാര്യത്തിൽ ഡീൽ നടന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഡി മണി തിരുവനന്തപുരത്ത് വെച്ച് പിണറായി വിജയനുമായി നേരിട്ട് കണ്ട് കടകംപള്ളിയെയും പിണറായി വിജയനെയും കണ്ടു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനകം 10ഓളം പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും അവസാനം അറസ്റ്റ് ചെയ്തൊരു DIG ഹരി അവസാനം അറസ്റ്റ് ചെയ്തത് വിജയകുമാറിനെയാണ്. തിരുവനന്തപുരത്തുള്ള CPMൻ്റെ പ്രമുഖ നേതാവായ വിജയകുമാറിനെയാണ് അറസ്റ്റ് ചെയ്തതെങ്കിൽ ഇനി അറസ്റ്റ് ചെയ്യാൻ പോകേണ്ടത് ശങ്കരദാസിനെയാണ്. ശങ്കരദാസ് എന്ന ഒരു പോലീസ് ഓഫീസറുടെ മകനായതുകൊണ്ട് ഫാദർ ആയതുകൊണ്ട് മാത്രമാണ് അത് നീണ്ടുപോകുന്നത്. ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ടും ഇത് ഏറ്റെടുത്തത് കോൺഗ്രസ് മാത്രമാണ്. എന്തുകൊണ്ടാണ് BJP ഇത് ഏറ്റെടുക്കാത്തത്? മുമ്പ് ശബരിമല വിഷയം ഏറ്റവും ആളിക്കത്തിച്ച് കേരളത്തിൽ BJP വളരെ ഏറ്റവും സഹായിച്ചിട്ടുള്ള സംഭവമായിരുന്നു. അന്ന് സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ, ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ BJP അണികൾ കേരളത്തിലെ മുഴുവൻ ഇളക്കിമറിക്കുകയും ശബരിമല സന്നിധാനത്ത് പോലും എത്തി അവിടെ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ തടയാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള BJP എന്തുകൊണ്ടാണ് ശബരിമലയിലെ ഇത്രയും നിർണായകമായ തട്ടിപ്പിൽ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ നേരത്തെ വിചാരിച്ചത് പിണറായി വിജയനുമായിട്ടുള്ള നേരത്തെ ഡീൽ പ്രകാരം മിണ്ടാതിരിക്കുകയാണെന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം. എന്താണെന്നറിയാമോ? ഇതിൽ പ്രമുഖനായ ഒരു BJP നേതാവും ഇൻവോൾവ് ആയിട്ടുണ്ട്. അദ്ദേഹവും ഏത് സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെടാമെന്നുള്ള നിലയിലേക്ക് പോവുകയാണ്. എന്താണ് ഇടപാട് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ നാൾ വഴികൾ നമ്മൾ പരിശോധിക്കണം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ നമ്മൾ മുമ്പ് കേട്ടത് ജയറാം എൻ്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്ന വാതിൽപ്പാളിയും ദ്വാരപാലക ശില്പങ്ങൾ അതുപോലെ വിഗ്രഹങ്ങളെല്ലാം കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ്. അത് ഭക്തിയുടെ പേരിൽ ജയറാമുമായുള്ള പ്രത്യേക ബന്ധത്തിൻ്റെ പേരിലാണ് ഇതൊക്കെ നടന്നത് എന്നുള്ളതാണ്. എന്നാൽ ജയറാമിനും ഇതിന് വലിയ പങ്കുണ്ടെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ഇപ്പോൾ ജയറാം ഇവിടെ ചെന്നൈയിൽ വെച്ച് മാത്രമല്ല, കേരളത്തിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിൽ കൃത്യമായി പങ്കുണ്ടെന്നുള്ള വിവരം പുറത്തു വരികയാണ്. അതായത് നേരത്തെ തന്നെ ജയറാമിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട്. അതിലപ്പുറത്തേക്ക് ജയറാമുമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു കോട്ടയത്തെ ഒരു BJP നേതാവാണ് ഇതിൻ്റെ പ്രധാന കണ്ണി എന്നും മുമ്പ് ശബരിമല സമരം അവസാനിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹമാണ് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് മറ്റാരുമല്ല, പാലായിൽ മുമ്പ് മത്സരിച്ച് വലിയ വോട്ട് പിടിച്ച കോട്ടയത്തെ BJP പ്രസിഡൻ്റൊക്കെ ആയിരുന്ന, ഇപ്പോൾ മേഖലാ പ്രസിഡന്റ്, ആലപ്പുഴയുടെയും കോട്ടയത്തിൻ്റെയും അതേപോലെ പത്തനംതിട്ടയുടെയും ചാർജുള്ള മേഖലാ പ്രസിഡൻ്റാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട വില്ലൻ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2019 കേരള കൗമുദി പത്രത്തിൽ വന്നൊരു വാർത്ത, ഇപ്പോൾ കേരള കൗമുദി പത്രത്തിൽ വന്ന ഒരു വാർത്ത വായിച്ചാൽ മാത്രമാണ് ഇതിൻ്റെ കണ്ണികളിലേക്ക് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. തെളിവായിട്ട് ഞാൻ പ്രസിദ്ധീകരിക്കുന്നതാണ്. നമ്മൾ വെറുതെ എന്തെങ്കിലും ഒരാളെ പറ്റി ഇല്ലാത്ത പറയുന്നത് ശരിയല്ല. കൃത്യമായിട്ടുള്ള തെളിവുകളാണ് ഞാൻ പറയുന്നത്. ഏതാണ് ഈ പള്ളിക്കത്തോട് ഏലംപള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രം? അത് പ്രശസ്തമായ ക്ഷേത്രമാണ്. ഇവിടുന്ന് ശബരിമലയ്ക്ക് പോകുന്ന പല ആളുകളും പോകുമ്പോൾ ഇതിലേ കയറി പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള ഏലംപള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ 2019 ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ നിന്നാണ് തേക്കിൻ്റെ പാളികൾ കൊടുക്കുന്നത്. പിന്നെ മുമ്പ് 2017 18ാം പടിയിലേക്കുള്ള 2 മണികൾ സംഭാവന ചെയ്തതും ഈ പള്ളിക്കത്തോട് നിന്നാണ്. അവിടെയുള്ള 2 കോൺട്രാക്ടർമാർക്ക് ഈ ഇടപാടുകളുമായിട്ടൊക്കെ ഭയങ്കര അടുത്ത ബന്ധമുണ്ട്. അവരുടെ പേരാണ് NK വാസു ആൻഡ് അജിത് കുമാർ, 2 പേർ. ഞാൻ ഈ കേരള കൗമുദി വാർത്ത 2025 ഡിസംബർ 31 വന്ന വാർത്ത ഒന്ന് വായിക്കാം. ഗോൾഡ് പ്ലേറ്റഡ് ഡോർ ടേക്കൺ ഇൻ പ്രൊസഷൻ ടു ശബരിമല ഷ്രൈൻ ഫ്രം ഏലംപള്ളി ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിൾ. ഏലംപള്ളി ധർമ്മശാസ്ത്ര ടെമ്പിളിലേക്ക് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുവരേണ്ട ആവശ്യം എന്താ? കോട്ടയം, the 2019 ശബരിമല ഗോൾഡ് പ്ലേറ്റഡ് ഡോർ പ്രൊസഷൻ started from the Elampalli Sri Durma Shasta temple in Pallikathodu with a great celebration. The event was
attended by Government Chief Whip Dr. N. Jairaj, who was also the MLA of the place, actor Jairam, the then Travancore Devasam Board President A. Padmakumar. The teak wood for the door was also brought from Elampalli. The ceremony was conducted with the permission of Devasam Board, said Unnikrishnan Nair, President of the Elampalli Sri Dharma Shastra Temple Advisory Committee. The two bells weighing 120 kg on both sides of Padinettam were sponsored by two people from Pallikattod in 2017. Even the procession was from the temple. This relationship is what brought the temple advisory committee closer to Unnikrishnan Poti. With the intervention of Pallikattod natives Ajit Kumar and C.K. Vasudevan, the wood for the door was also taken from the temple premises. The wood was brought to Guruvayur and the door was built by the Tachan, named Nandanachari. The procession ceremony were held on 2019, March 11, 2019. The door was brought to the Elampalli temple at 6 a.m. The chariot of the Ambalappuzha Pettathulla Sangam was prepared for the procession. Will cooperate with the any investigation എന്ന് പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ നായർ അതിൻ്റെ അഡ്വൈസറി കമ്മിറ്റി പ്രസിഡന്റ് ഏലമ്പള്ളി ധർമ്മശാസ്ത്രൻ്റെ പറയുന്നൊരു കാര്യം കൂടി കേട്ടോളൂ. The ceremonies were organized in the hope that the people would gain fame. Written permission was obtained from the Devasam Board. It is not known whether Unnikrishnan Poti collected money for this. The expenses including the puja, notices and ceremony were borne by the advisory committee. No money was taken from anyone. The Elampalli temple has also close links to Shabarimala. The controversy saddens as Ayyappan will bring the truth to light. We will fully cooperate with the investigation. അതായത് ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്തുള്ള. ഒന്ന്, ഈ ഇൻവെസ്റ്റിഗേഷൻ SIT ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ഏലമ്പള്ളി ധർമ്മശാസ്താവിലെ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുമായി അമ്പലത്തിലെ വലിയ ശക്തിയുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ എന്നുള്ളതാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഈ ധർമ്മശാസ്താവിൻ്റെ പേരിൽ നടന്ന ആ വിശ്വാസം മുതലെടുത്ത് ഇവിടെ നടത്തിയ തട്ടിപ്പ്, ഇതുമായി നടന്ന ഇടപാടുകൾ എല്ലാം പുറത്തു വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജയറാമിന് യാതൊരു ബന്ധവുമില്ല. ജയറാം ആകെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ചെന്നൈയിൽ വെച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് എന്നുള്ളതാണ് പറഞ്ഞത്. എന്നാൽ അങ്ങനെയല്ല, അദ്ദേഹത്തിന് ഇവിടെ ഈ ക്ഷേത്രത്തിൽ വരേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നേരത്തെ തന്നെ ജയറാമിന് ഇതുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ SIT അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയറാമും തമ്മിൽ അഭേദ്യ ബന്ധമാണ്. ഇടപാടിലെല്ലാം കോടിക്കണക്കിന് രൂപ ഇടപാട് നടന്നിട്ടുണ്ട്. അതോടൊപ്പം ഇതിന് പിന്നിൽ ചുക്കാൻ പിടിച്ച പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് പ്രമുഖനായ BJP നേതാവിലേക്കാണ് അന്വേഷണം പോകുന്നത്. ഇപ്പോൾ SITയുടെ അന്വേഷണം ഇവിടെ പോകുമ്പോൾ എൻ്റെ ഇടപാടുകളിലെല്ലാം തന്നെ ഇവർക്ക് പങ്കുണ്ട്. ഇവർക്ക് ബാങ്ക് അക്കൗണ്ടുകളും അവരുടെ കണക്റ്റഡ് ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹം മുമ്പ് 5 പൈസ ഗതിയില്ലാത്തൊരു നേതാവായിരുന്നു, BJP പ്രവർത്തകനായിരുന്നു. പിന്നീട് പെട്ടെന്നാണ് തഴച്ചു വളർന്നത്. കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് അദ്ദേഹം വഴി ഉണ്ടായിട്ടുള്ളതെന്നുള്ളതാണ് SIT ഇപ്പോൾ സംശയിക്കുന്നത്. മാത്രമല്ല, ആലപ്പുഴയിലെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന BJP ജില്ലാ പ്രസിഡൻ്റായിരുന്ന ഒരു നേതാവുണ്ട്. അദ്ദേഹം വേറൊരു താഴേക്കുടവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ യഥാർത്ഥ പ്രതിയാണ് എന്നുള്ള കാര്യമാണ് വരുന്നത്. മുതുവഴി ശ്രീ കുമാരമംഗലം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ 11 വർഷം മുമ്പ് അവിടുത്തെ താഴിക്കുടത്തിന് ഇറീഡിയം പവർ ഉണ്ടെന്ന് കണ്ടെത്തുകയും അത് അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അതിൽ 7ഓളം പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവർ കൊടുത്ത മൊഴി പ്രകാരം ആലപ്പുഴ ജില്ലാ BJP പ്രസിഡന്റിനും പങ്കുണ്ടെന്നുള്ള വന്നിരുന്നു. പിന്നീട് അത് മുതലെടുത്ത് BJP സജി ചെറിയാനും അതേപോലെ ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് മറച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ള വാർത്തകളും വന്നിരുന്നു. എന്നാൽ സജി ചെറിയാനും പറയുന്ന BJP നേതാവുമായിട്ട് വലിയ ബന്ധമുണ്ട് എന്നുള്ളതും അവർ തമ്മിൽ വലിയ ഡീല് നടന്നിട്ടുണ്ടെന്നുള്ള, വോട്ട് മറയ്ക്കൽ കച്ചവടം നടന്നിട്ടുണ്ടെന്നും പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നുമുള്ള വാർത്തകളും പുറത്തു വരികയാണ്. എന്തായാലും ഇതുവരെ എന്തുകൊണ്ടാണ് BJP സ്വർണ്ണക്കൊള്ളയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാത്തത്? നേരത്തെ രാജീവ് ചന്ദ്രശേഖരൻ വളരെ ശക്തമായ രൂപത്തിൽ ഇതിന് മുന്നോട്ട് വന്നെങ്കിലും പ്രമുഖ നേതാക്കളായ BJPയിലെ പ്രമുഖ നേതാക്കളായ ആലപ്പുഴയിലെ പ്രസിഡന്റും അതേപോലെ തന്നെ
ഈ പറയുന്ന കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴയിലെ മേഖലാ പ്രസിഡന്റും തമ്മിലുള്ള ബന്ധം, അവരും തമ്മിൽ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും ഇതിനകത്ത് പുറത്തു വരികയാണ്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും ഇത് ഇപ്പോഴത്തെ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് എല്ലാ തലത്തിലും കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പിന്നിൽ BJPയുടെ ഒരു ഭാഗം നേതൃത്വത്തിനുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം സത്യസന്ധമായിട്ട് ഈ കേസ് ഏറ്റെടുക്കണമെന്നും ഫൈറ്റ് ചെയ്യണമെന്നും തീരുമാനിച്ച ആളാണ്. എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ മിണ്ടാതാക്കിക്കൊണ്ട് ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം പൂഴ്ത്തിവെപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നത് BJPയിലെ ചില നേതാക്കന്മാരാണ്. എന്നാലും ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോയാൽ തീർച്ചയായും ഈ ആലപ്പുഴയിലെ ജില്ലാ പ്രസിഡന്റും അതേപോലെ തന്നെ ഈ മധ്യമേഖലാ പ്രസിഡന്റ്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയുടെ ചാർജുള്ള മേഖലാ പ്രസിഡന്റും അറസ്റ്റിലാകും എന്നുള്ള നിലയിലേക്കാണ് പോകുന്നത്. അതായത് ജയറാമും അതേപോലെ ഈ പറയുന്ന മേഖലാ പ്രസിഡന്റും ഇപ്പോൾ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീർച്ചയായും അറസ്റ്റിലാകും. ഈ ക്ഷേത്രത്തിലേക്ക്, ഏലംപള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ഒരു ആവശ്യവുമില്ലാതെ ഈ സംഭവം കൊണ്ടുവന്നത്, ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ വലിയ ദുരൂഹതകളുണ്ട്. അവിടെ വലിയ വലിയ ബിസിനസ്സുകാരെയെല്ലാം ആകർഷിച്ച് അതുവഴി കോടികൾ പിരിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ദുരൂഹതകൾ ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. എന്തൊക്കെ പറഞ്ഞാലും അയ്യപ്പൻ വെറുതെ വിടുകയില്ല. പിണറായി വിജയൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം കേസുകളിൽ പിണറായി വിജയൻ രക്ഷപ്പെട്ടു. അവസാനം എത്തിപ്പെട്ട് നിൽക്കുന്നത് എന്താണ്? അയ്യപ്പൻ എല്ലാവരെയും പിടികൂടുമെന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. പിണറായിക്ക് ഭ്രാന്ത് പിടിച്ച പോലെ മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ. ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള ഭീതിയിലാണ്. ഇപ്പോൾ കടകംപള്ളിയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. അടുത്തത് വാസവനെയാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ പിണറായിയിലേക്ക് അന്വേഷണം നീങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് കാരണം ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് കേസുകൾ നടക്കുന്നത്. അല്ലാതെ CBI അന്വേഷണം നടത്തിയാൽ പോലും ഇത്രയധികം വിജയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കവിയൂർ കേസ് അട്ടിമറിച്ച ചരിത്ര പാരമ്പര്യമുള്ള ആളുകളാണ് CBI. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. പിണറായി വിജയൻ്റെ പോലീസാണെങ്കിലും ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് കേസ് നടക്കുന്നത്. എവിടെയെങ്കിലും അട്ടിമറി നടന്നാൽ അപ്പോൾ തന്നെ ഹൈക്കോടതി ഇടപെടുന്നുണ്ട്. അവസാനം പിണറായി വിജയനെ തൂക്കിക്കൊണ്ടുപോകുന്ന ഒരു ദിവസം കൂടി നമുക്ക് കാത്തിരിക്കാം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.